ഓനാച്ചന്റെ വെടിയൊന്ന് പൊട്ടിയപ്പോ എല്ലാത്തിന്റെ ഗ്യാസ് പോയി. ഈ മതിലാർന്ന് ഇങ്ങോട്ട് വന്നാലേ ഓനാച്ചന്റെ വെടിയും പൊട്ടും ഗ്യാസും പോവും. ഓനാച്ചൻ തോക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടേ കാലം കൊറേയായി മോനെ. ഒരു വെടി വെച്ചാലേ ഒരൊന്നൊന്നര വെടി വരും. അവിടെ ഇരുന്ന് വെടിവെക്കത്തേ ഉള്ളൂ. ഇങ്ങോട്ടെങ്ങാനും വെടിവെക്കാൻ വന്നാ ഇത് കണ്ടോ, ഗോദ്രേജിന്റെ പല്ല ISI മാർക്കുള്ളത്. എന്റെ കപ്പയും കാച്ചിക്കായും കണ്ടോണ്ടേ കൊതി മൂത്ത് ഇങ്ങോട്ട് ഇറങ്ങി വാ, അപ്പ കാണിച്ചു തരാം. ഓ പിന്നെ നിന്റെ കാച്ചിക്കാവൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ ഇഷ്ടം പോലുണ്ട്. ഞങ്ങളെ കാണുമ്പോ നിന്റെ ഒരു കിരികിരിപ്പുണ്ടല്ലോ, അത് മൂത്ത് തോക്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാ. ഓ പിന്നെ എന്നാ ചെയ്യും? എന്താടാ എന്താടാ എന്നാ കൊറേ നേരമായല്ലോ നീ എന്നാ? പേടിച്ചിട്ടൊന്നുമല്ല, പിന്നെ പുലിയെ കാണുമ്പോ പേടിക്കണമല്ലോ എന്നോർത്തിട്ട് അങ്ങ് പേടിച്ചതാ. ജാഫറിനെ നിനക്കൊന്ന് പതിയെ വിളിച്ചൂടെ? ഓനാച്ചായ ഇങ്ങനെ മതിയോന്നേ? അങ്ങനെ വിളിക്കല്ലേ, ഞാൻ തളർന്നു പോവും. നീ കാര്യം പറ. കൊച്ചിന്റെ മാമോദിസായിക്കേ എന്റെ ആങ്ങളെയും ഭാര്യ അമേരിക്കയിൽ വരുന്നു. അവനൊന്നും വേറെ പണിയില്ലേ? 10 പവന്റെ സ്വർണ്ണ കൊണ്ടുവരുന്നത്. ഓ എങ്കി വരട്ടെ, ഞാൻ അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുക്കുന്നുണ്ട്. അയ്യടാ, ഈ വായനാറ്റം കൊണ്ട് അങ്ങ് ഉമ്മ കൊടുക്കാൻ ചെന്നേച്ചാ മതി. അവനിങ്ങ വരുമ്പളേ നല്ല കാട്ടിറച്ചി വറുത്ത് കൊടുത്തേക്കണം. അത് പറ്റത്തില്ല. മേലിൽ മതില് കടന്ന് അപ്പുറത്ത് പോയി വെടി വെക്കില്ലെന്ന് ഞാൻ അവരുമായിട്ട് എഗ്രിമെന്റ് വെച്ചിരിക്കുക. ഞാൻ എഗ്രിമെന്റ് തെറ്റിച്ചാലേ നമ്മുടെ കപ്പയും കാച്ചിക്കായും പന്നി വന്ന് കട്ടോണ്ട് പോവും. ആ, നിങ്ങളും പന്നിയുമായിട്ടുള്ള എഗ്രിമെന്റ് അല്ലേ? ഫസ്റ്റാ, രണ്ടും കണക്കാ. ജാഫറിനെ ഓനാച്ചായ, നിങ്ങളൊരാണല്ലേ, ഇടയ്ക്കൊക്കെ ഓരോ വെടി വെക്കണം. അപ്പൊ എന്റെ വാക്കോ? നിങ്ങളുടെ വാക്കിന് അല്ലേലും എന്തെങ്കിലും വിലയുണ്ടോ? ധൈര്യമായിട്ടങ്ങ് വെക്ക്. ജാഫറിനെ ഞാൻ തളർന്നു പോവും. ഓ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്നാത്തിന് കൊള്ളാം. വേണ്ട സമയത്ത് ഒരു വെടി പോലും വെക്കത്തില്ല. അല്ലെങ്കിൽ നേരം വെളുക്ക് പോലും തോക്കും പൊക്കി പിടിച്ച വെടിയോട് വെടി. ഓ, ഇങ്ങനെ ഒരു ഉണക്കി ഓനാച്ചനാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയേക്കുന്നേ. ഒരു പന്നിക്ക് കൊടുത്ത വാക്ക് പോലും എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ ദൈവമേ. ഒരു വെടി വെക്കാതെ എനിക്ക് ഉറക്കവും വഴിയല്ലോ. വെറുതെ ആ കാട്ടിലേക്ക് ഒരു വെടി അങ്ങ് വെക്കാം, എന്നിട്ട് പോയി കിടന്ന് അങ്ങ് ഉറങ്ങാം. അല്ല പിന്നെ എന്തോ ഒരാശ്വാസം. ഒരു സോഡാ നാരങ്ങ വെള്ളം കുടിച്ച സുഖം കിട്ടി. വെടിവെച്ചു. അയാൾ വെടിവെച്ചു. അയാൾ കരാർ ലംഘനമാണ് കാണിച്ചത്. ഇത് നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. ആരാ ചത്തതെന്ന്? ഞാൻ ചത്തില്ല, നീ ചത്തോ? ചത്താലും ചത്തില്ലേലും ഇന്ന് ഓനാച്ചനെ തീർക്കണം. ഓനാച്ച മോനെ ചക്കര കുട്ട, നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാടാ. എടാ പന്നി, നീ സൂക്ഷിക്കണം, അയാൾ കറണ്ട് വെച്ചിട്ടുണ്ടാവും. ഷട്ടപ്പ്. താങ്കൾ സംസാരിക്കുന്നത് ഒരു പന്നിയോടാണെന്നുള്ള ഓർമ്മ വേണം. അല്പം ബഹുമാനമൊക്കെ ആകാം. ഓനാച്ചൻ വെടിവെക്കുന്നതിന് മുമ്പ് നീ ഒന്ന് കേറി വാ. ഇല്ല, അയാൾ വാവം വെക്കുക. എടാ നീ ഒന്ന് കേറി വാ, അയാൾ ഉണരും. ഓ, നശിച്ച പട്ടി ഒന്നിനും സമ്മതിക്കത്തില്ല. അല്ല രാവിലെ വരെ പെരുമാറായിരുന്നു. അയാള് കപ്പയ്ക്ക് കുരുടാനിട്ടോന്നൊരു സംശയം. വയറിനകത്തുനിന്നൊരു കുളുകുളുകുളാ ശബ്ദമൊക്കെ വരുന്നുണ്ട്.
ഓഹോ, എന്തൊരു സുഖം. ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ച പോലുണ്ട്. മനുഷ്യരല്ലേ, അവന്മാർക്ക് വല്ല ബോധവും പൊക്കണമുണ്ടോ? അവരുടെ കുടുംബത്ത് വല്ല പ്രശ്നം ഉണ്ടായാലും തോക്കും പൊക്കി പിടിച്ചോണ്ട് നമ്മുടെ നേരെ വരും. ആന്ന് എന്നാ ഇടപാടാ ഇത്? ഒരു കരാറുണ്ടാക്കി വെച്ചാ ചില നേരത്ത് വന്ന് ഒപ്പിട്ടു പോവും. കുറച്ച് കഴിയുമ്പോൾ അവന്മാരത് അങ്ങ് മറക്കും. ഇതൊന്നുമില്ലേലും വല്ല കള്ളോ കഞ്ചാവോ വലിച്ചു കയറ്റി വെച്ച് തോക്കും എടുത്തോണ്ട് നമ്മുടെ നേരെ വരും. പന്നിയാണേലും അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ എത്ര നേരമായി ഇത് കണ്ട് ക്ഷമിക്കുന്നേ? സഖി കിടുമ്പോൾ അവൻ അങ്ങ് കയറി ഒരു മേച്ചിലങ്ങ് മേയും. അതോടെ എല്ലാവരും സമാധാനമാവും. അയ്യോ കപ്പ നശിപ്പിച്ചേ, അയ്യോ പന്നി നശിപ്പിച്ചേ, അയ്യോ പന്നി നശിപ്പിച്ചേ, അയ്യോ കപ്പ നശിപ്പിച്ചേ, അയ്യോ പന്നി നശിപ്പിച്ചേ, അയ്യോ കപ്പ നശിപ്പിച്ചേ, അയ്യോ പന്നി നശിപ്പിച്ചേ, അയ്യോ കാച്ചിൽ നശിപ്പിച്ചേ. എന്താ പറ്റിയേ? ഇതെന്നാ പറ്റിയേ? അയ്യോ പന്നി നശിപ്പിച്ചേ, അയ്യോ കപ്പ നശിപ്പിച്ചേ, അയ്യോ പന്നി നശിപ്പിച്ചേ, അയ്യോ കാച്ചിൽ നശിപ്പിച്ചേ. ഇത് പന്നിയാണ്. പന്നിയല്ല, പന്നിയുടെ അപ്പയാണ്. നിങ്ങളുടെ നോട്ടം കണ്ടപ്പോ ഞാൻ ഓർത്തു കൊക്കോപ്പുഴ ഉണ്ടോന്ന് പരിശോധിക്കുവാന്ന്. ആ പുലിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ പഞ്ചായത്തിൽ ഇത്ര വലിയ അതിക്രമം അരങ്ങേറിയത്. ആ പുലിയുടെ കാലെ പിടിച്ച് നിലത്തടിക്കോനാ ചായ. ജാഫറിനെ, ഞാൻ നിനക്കൊരു ഭാരമായി മാറിയോടി. ഓനാ ചായ. ഞാൻ അവനെ ഒന്ന് വിരട്ടി ഓടിക്കാം. നീ എന്റെ അടുത്ത് തന്നെ നിൽക്കണം. എന്തുകൊണ്ട് അവന്റെ അഹങ്കാരം തീരും. ഈ ഓനാച്ചൻ ആരെന്ന് അവൻ അറിയും. ചെറുതായിട്ടൊന്ന് വരട്ടിയാ മതിയേ. നീ എന്നെ പണിയാണ് ഈ കാണിച്ച. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കപ്പയും കാച്ചിലും എല്ലാം ആണെന്ന് നിനക്കറിയാവോ? ആ പന്നിയെ പറഞ്ഞു വിട്ട് നീ മൊത്തം നശിപ്പിച്ചില്ലേ? നീ ഇങ്ങനെ കണ്ണിച്ചോറിനകത്ത് പണി കാണിക്കരുത് കേട്ടോ. ആരടാ കാട്ടിലേക്ക് വെടിവെച്ച്? നീ വെടിവെച്ചില്ലേ? ഞാൻ വെറുതെ ഒന്ന് വെച്ചതേ ഉള്ളൂ, ചുമ്മാ ഒരു രസത്തിന്. ഇത് നിനക്കൊരു പാടവാ. ഇനി മേലാൽ ആവർത്തിച്ചേക്കരുത്. പൊക്കോ, അല്ലെങ്കിൽ ഇനി നീ എന്റെ കയ്യിൽ മേടിക്കും. പിന്നെ നീ എന്നെ അങ്ങ് മിഴുങ്ങും. ഒന്ന് പോടാ. നീ പുലിയാണെങ്കിലേ ഞാനേ പുലിമുരുകനാ, പുലിമുരുകൻ. പിന്നല്ല. അളിയാ, ഒരച്ഛൻ അളിയാ, അളിയന്റെ ഗിൽബർട്ട് അളിയൻ വന്നളിയാ. വാ, നമുക്ക് അടിച്ചു പൊളിക്കാം അളിയാ. അളിയാ, ഇതിനകത്ത് 10 പവന്റെ മാലയുണ്ട് അളിയാ. ഇത് വാങ്ങിച്ചേ, എന്നിട്ട് തോക്കെടുക്ക്. ഈ അളിയന് വേണ്ടി തുരുതുരാ വെടിവെക്കളിയാ. മുയലിറച്ചി മുതൽ ആനയിറച്ചി വരെ തിന്നിട്ട് ഈ അളിയൻ ഇവിടെ നിന്ന് പോകുന്നുള്ള അളിയാ. ചീറ്റി അളിയാ, മൊത്തം ചീറ്റി. വല്ല അട്ടയോ പഴുതാരയോ പാറ്റായോ അങ്ങനെ വല്ലതും നോക്കുകയാണെങ്കിൽ ഞാൻ ചുട്ടുതരാം. അത് കൂടുതൽ ഒന്നും നടക്കില്ല അളിയാ. അളിയന് 10 പവന്റെ മാല വേണോ? വേണം. എങ്കിൽ തോക്കെടുക്ക്. വാ. എന്റെ കുഞ്ഞിനെ അവർ കൊന്നേ. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാതായി പോയല്ലോ. പാലുകൂടി മാറാത്ത എന്റെ കുഞ്ഞിനെ അവർ വെടിവെച്ച് കൊന്നല്ലോ. ഞാനിതെങ്ങനെ സഹിക്കുവേ? ദുഷ്ടന്മാർ എന്റെ കുഞ്ഞിനെ കൊന്നല്ലോ. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. പുലി അവர்கள் ഒരു തീരുമാനം എടുക്കണം. നമുക്ക് ഇല്ലേ അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഒക്കെ. എണ്ണി എണ്ണി പകരം ചോദിക്കണം. മീശയും പിരിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവണം.
ഈ കുഞ്ഞിനെ എന്റെ മടയിൽ കൊണ്ട് കിടത്ത്. കരഞ്ഞാൽ മാൻപേട മുലയൂട്ടട്ടെ. അളിയാ ഇതേ അവിടെ എല്ലാം കൂടെ പൊതുയോഗം നടത്തുക. തുരുതുരാ വെടിവെക്കളിയാ, നമുക്കെല്ലാം കൂടെ പുഴുകി തിന്നാം. അയ്യോ എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞിനെ കരയാതെ നാളെ മാമൂദീസ വെക്കണ്ട കുഞ്ഞ. ഞാൻ ഞാൻ അന്വേഷിക്കാം. തൊട്ടി കിടത്തിയിട്ട് പോയത് എന്റെ കുഞ്ഞിനെ കാണാനില്ലേ? നമുക്ക് ഉടനെ തന്നെ കണ്ടെത്താം. എനിക്ക് വയ്യ ഇങ്ങനെ എന്റെ കരയാതെ. കുഞ്ഞ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് അന്വേഷിക്കാം. ഓ, എന്റെ ദൈവമേ, എന്ത് ചെയ്യും ഞാൻ? അളിയാ ഇവന്മാര് തന്നെ അളിയാ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയത്. അവന്റെ നോട്ടം കണ്ടില്ലേ? അതേടാ, ഞങ്ങള് തന്നെ എടുത്തത്. എന്തെങ്കിലും പറയാനുണ്ടോ? മര്യാദക്ക് എന്റെ കുഞ്ഞിനെ തന്നോളും, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. നിന്റെ കുഞ്ഞിനെ തൊട്ടപ്പം നിനക്ക് നൊന്തു അല്ലേടാ? അതുപോലെയാടാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടുമ്പോ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇറച്ചിക്കും നിങ്ങൾക്ക് നല്ല രുചിയല്ലേ? നിങ്ങളുടെ ഇറച്ചിയുടെ രുചി ഞങ്ങളും ഒന്ന് നോക്കട്ടെ. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എല്ലാ ജീവനും വിലയുണ്ടെന്ന് ഇപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങൾ നിങ്ങളെ പോലെ ക്രൂരരല്ല. ഞങ്ങൾക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുകയുമില്ല. പക്ഷേ ഞങ്ങളെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കണം. ഞങ്ങളുടെ കാട് നിങ്ങൾ കയ്യേറിയാൽ പിന്നെ ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കാം.